إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തു ആലി ഇമ്രാനിലൂടെ നമ്മെ അറിയിച്ചു, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽം ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഷഹിദല്ലാഹ്, അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സാക്ഷ്യത്തോടൊപ്പം അവൻ്റെ പടപ്പുകളിൽ നിന്നും മലക്കുകളെ എണ്ണിപ്പറഞ്ഞു. അല്ലാഹുവിൻ്റെ മലക്കുകളും ഈ മഹത്തായ വാചകത്തിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വഉലുൽ ഇൽം, അവരുടെ കൂടെ അല്ലാഹു തആല എണ്ണി ഇൽമുള്ളവർ, അറിവുള്ളവർ, പണ്ഡിതന്മാർ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ പണ്ഡിതന്മാർക്ക്, ഉലമാക്കൾക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ വലിയ സ്ഥാനമുള്ളവർ അള്ളാഹുവിൻ്റെ നബിമാരാണ്. മനുഷ്യരിൽ അള്ളാഹു അവർക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അവരുടെ കൂടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഉലമാക്കൾക്ക്, പണ്ഡിതന്മാർക്ക് സ്ഥാനം നൽകിയിട്ടുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, തീർച്ചയായും പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. എന്താണ് പ്രിയമുള്ളവരെ അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ? അഥവാ അള്ളാഹുവിൻ്റെ നബിമാർ, അംബിയാക്കൾ, അവർ ഈ ലോകത്ത് ദീനാറോ ദിർഹമോ വലിയ വലിയ മാളികകളോ കൊട്ടാരങ്ങളോ അങ്ങനെയുള്ള സാമ്രാജ്യമോ
ഒന്നുമല്ല വിട്ടേച്ചു പോവുക, മറിച്ച് അവർ അള്ളാഹുവിൻ്റെ ദീൻ, ഈ ദീനിലെ വിജ്ഞാനം, കിതാബും സുന്നത്തും, അതാണ് നബിമാർ വിട്ടേച്ചു പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിൻ്റെ ദീനിൻ്റെ ഓഹരി എടുക്കുന്ന ആളുകൾക്ക്, അഥവാ ഉലമാക്കൾക്ക്, അമ്പിയാക്കളുടെ അനന്തരാവകാശികളുടെ സ്ഥാനം നൽകിയെന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെ അങ്ങനെ ആവാതിരിക്കും? ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആകാശഭൂമികളിലുള്ള എല്ലാ ജീവികളും ജീവജാലങ്ങളും കടലിനടിയിലെ മത്സ്യങ്ങൾ വരെ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും, റബ്ബേ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. മാത്രമല്ല, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഒരു ദിവസത്തിൽ പൂർണ്ണചന്ദ്രന് മറ്റുള്ള നക്ഷത്രങ്ങൾക്കിടയിൽ എത്ര സ്ഥാനമുണ്ടോ ആ സ്ഥാനമാണ് ജനങ്ങൾക്കിടയിൽ ഉലമാക്കൾക്ക് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു അതാ മറ്റൊരു ആയത്തിൽ പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ ഈമാനുള്ളവർക്കും ഇൽമ് നൽകപ്പെട്ടവർക്കും അള്ളാഹു തആല പദവികൾ ഉയർത്തി നൽകും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി ഈ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, മദഹല്ലാഹുൽ ഉലമാഅ ഫീ ഹാദിഹിൽ ആയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉലമാക്കളെ പ്രശംസിച്ചിരിക്കുന്നു, പണ്ഡിതന്മാരെ പുകഴ്ത്തിയിരിക്കുന്നു. സഹോദരങ്ങളെ, ധാരാളം ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തിൽ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാരെന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് ആയത്തുകളിലൂടെ അവരുടെ ശ്രേഷ്ഠത നമുക്ക് ബോധിപ്പിച്ചു തന്നത് അവർ മുഖേനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, ഈ പരിശുദ്ധ ദീനിലെ നിയമങ്ങൾ, വിധിവിലക്കുകൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, പണ്ഡിതന്മാരുടെ വിയോഗമെന്നത്, ഉലമാക്കൾ മരണപ്പെട്ടു പോവുക എന്നുള്ളത് വലിയ മുസീബത്താണ്, വലിയ പ്രയാസമാണ്, മുസ്ലിം സമുദായത്തിന് സംഭവിക്കുന്ന വിടവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. കാരണം സഹോദരങ്ങളെ, ഇരുട്ടിൽ തപ്പുന്ന ആളുകൾക്ക് മാർഗദർശനം നൽകാൻ, ഇസ്ലാം ദീനിന്റെ ശരിയായ പാത അത് വിവരിച്ചു കൊടുക്കാൻ അറിവുള്ളവർക്കാണ് സാധിക്കുക. അതുപോലെ നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇബ്ലീസിന്റെ, പിശാചിന്റെ കരവലയത്തിൽ അകപ്പെട്ട് നശിച്ചുപോയ എത്ര ആളുകൾക്കാണ് ഇസ്ലാം ദീനിന്റെ വഹയാകുന്ന ജീവൻ നൽകി വീണ്ടും പുനർജീവിപ്പിച്ചത് മഹാന്മാരായ ഉലമാക്കൾ. അഥവാ ഖുർആനും സുന്നത്തുമാകുന്ന വഹി ജനങ്ങളുടെ മനസ്സിലേക്ക്, ജനങ്ങളുടെ മനസ്സുകളിലേക്ക് അവർ നൽകുകയും അതിലൂടെ ജനങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഉലമാക്കളുടെ സാന്നിധ്യം എന്നുള്ളത് ഈ ദീനിന്റെ നിലനിൽപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ വാഹകരായി നബിമാർക്ക് ശേഷം ഏൽപ്പിച്ചത് പണ്ഡിതന്മാരെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലെ പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്നവർക്കെതിരിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാനും യഥാർത്ഥ സത്യപാത ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ഉലമാക്കളുടെ സാന്നിധ്യം സമൂഹത്തിൽ അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുന്നു, ഇന്ന മിൻ അശ്റാത്തിസ് സാഅതി അൻ യുർഫഅൽ ഇൽമു വയസ്ബുതൽ ജഹ്ലു. ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഇൽമു ഉയർത്തപ്പെടുകയും അജ്ഞത, ജഹൽ അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. സഹോദരങ്ങളെ, ഈ ഹദീസും പണ്ഡിതന്മാരുടെ വിയോഗവും തമ്മിൽ ഒന്ന് കൂട്ടിയോജിപ്പിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഇൽമു ഉയർത്തപ്പെടും എന്നുള്ളത്. ഇൽമു ഉയർത്തപ്പെട്ടാൽ പിന്നീടുണ്ടാവുക ജഹലാണ്, അജ്ഞതയാണ്. എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഇൽമു ഉയർത്തപ്പെടുക? അതാ മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഞാൻ കേട്ടിരിക്കുന്നു, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്നും വിജ്ഞാനം ഒരൊറ്റയടിക്ക് ഊരിയെടുക്കുകയില്ല. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇൽമ ഉയർത്തുക, ഇൽമിനെ ഇല്ലാതാക്കുക ഉലമാക്കളെ മരിപ്പിച്ചുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഉലമാക്കളുടെ മരണം എന്നത് ഇൽമ ഉയർത്തപ്പെടുന്നതിന്റെ അടയാളമാണ്. ഇൽമിത ഉയർത്തപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് പ്രിയമുള്ളവരെ നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ ഇത്തഖദ الناس റൂസൻ ജുഹാല. അങ്ങനെ ഒരു ആലിമും ബാക്കിയാവാത്ത അവസ്ഥ വന്നെത്തിയാൽ, അഥവാ ഉലമാക്കൾ മരിച്ചു തീർന്നാൽ ജനങ്ങൾ അജ്ഞരായ വിവരമില്ലാത്ത ആളുകളെ നേതാക്കന്മാരായി സ്വീകരിക്കും. ഫസുഇലു, അവർ ചോദിക്കപ്പെടും, അഥവാ ആളുകൾ അവരോട് സംശയങ്ങൾ ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അങ്ങനെ അവർ യാതൊരു വിജ്ഞാനവുമില്ലാതെ ഫത്വകൾ പുറപ്പെടുവിക്കും. ഫളല്ലു വഅളല്ലു, അങ്ങനെ അത് മുഖേന അവർ വഴിപിഴക്കുകയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു തആല ഒരൊറ്റയടിക്ക് ഇൽമ ഉയർത്തുകയില്ല, മറിച്ച് ഉലമാക്കളുടെ മരണത്തിലൂടെയാണ് ഇൽമ ഉയർത്തുക. അതാ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, തഅല്ലമുൽ ഇൽമ ഖബ്ല അൻ യുഖ്ബൽ. ഇത് പ്രിയമുള്ളവരെ നമ്മോടുള്ള നസീഹത്താണ്, നമുക്കുള്ള ഉണർത്തലുകളാണ്. തഅല്ലമു, നിങ്ങൾ പഠിക്കുക, അൽ ഇൽമ, മതവിജ്ഞാനം, അല്ലാഹുവിന്റെ ദീൻ, ഖബ്ല അൻ യുഖ്ബല, അത് ഉയർത്തപ്പെടുന്നതിന് മുന്നേ, അത് പിടിക്കപ്പെടുന്നതിന് മുന്നേ. വഖബ്ദുഹു, ഇൽമു പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അയ്യദ്ഹബ അഹ്ലുഹു, അതിന്റെ ആളുകൾ പോവലാണ്, അഥവാ അതിന്റെ ആളുകൾ മരിച്ചു തീരലാണ് പ്രിയമുള്ളവരെ എന്ന് മഹാനായ സഹാബി അറിയിക്കുന്നു. അതാ നിങ്ങൾ നോക്കൂ, മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയി എഴുതിയിരുന്ന കാതിബുൽ വഹയായിരുന്നു സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തെ ഖബറടക്കിയ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയുകയുണ്ടായി, യാ ഹൗലാ മൻ ശർറഹു അൻ യഅലമ കൈഫ ദഹാബുൽ ഇൽം. അല്ലയോ ജനങ്ങളെ, ആരെങ്കിലും എങ്ങനെയാണ് ഇൽമു പോവുക, ഇൽമു ഉയർത്തപ്പെടുക എന്നത് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ ഫഹാകദാ ദഹാബുൽ ഇൽം, ഇതാ ഇങ്ങനെയാണ് ഇൽമു പോവുക, ഇതാ ഇങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, വഹയി എഴുതി വെച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന, ഒരുപാട് ഇൽമു പഠിച്ചിരുന്ന സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സഹാബിയുടെ വാക്കാണിത്. എങ്ങനെയാണ് ഇൽമു പോവുക എന്നത് കാണണമെങ്കിൽ ഇതാ നോക്കിക്കോളൂ, ഇതാ ഈ ഖബറിൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ധാരാളം ഇൽമും ഖബറിലേക്ക് വെക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വൈമുല്ലാ ലഖദ് ദഹബൽ യൗമ ഇൽമുൻ കസീർ. ഇതാ ഇന്ന് ഒരുപാട് ധാരാളം ഇൽമിത ഈ ദിവസം പോയിരിക്കുന്നു. ഇതാ ഇന്നേ ദിവസം ഒരുപാട് ഇൽമുമായി സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പോയിരിക്കുന്നു എന്ന് അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം മഹാനായ വലിയ പണ്ഡിതനായ മുഹദ്ദിസായ അശൈഖ് റബീഅ് ഇബ്നു ഹാദി അൽ മദ്ഖലി എന്ന മഹാനായ പണ്ഡിതൻ റഹിമഹുല്ലാഹ് ഇഹലോകം വിട്ടുപോവുകയുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സേവനങ്ങൾ ഈ ദീനിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും നൽകിയിട്ടുണ്ട്. ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ധാരാളക്കണക്കിന് ദർസുകൾ, ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് ഇഖ്വാനികൾ, ബിദഈ കക്ഷികൾ സലഫിയത്തിൻ്റെ അഹ്ലുസുന്നത്തിൻ്റെ കുപ്പായമിട്ട് ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുമ്പോൾ
ശക്തമായി പ്രമാണങ്ങൾ വെച്ച് പ്രതിരോധിക്കുകയും ശക്തമായി അവർക്കെതിരിൽ പോരാടുകയും ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം റഹിമഹുല്ലാ. നിങ്ങൾ നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് എത്ര പ്രസക്തമാണ്. അദ്ദേഹത്തെ ഖബറിലേക്ക് വെച്ചപ്പോൾ ഒരുപാട് ഇൽമും പ്രിയമുള്ളവരെ ദുനിയാവിൽ നിന്ന് പോയിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് ഉലമാക്കൾ നമ്മെ വിട്ടു പോയിരിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം തന്നെ വലിയ വലിയ പണ്ഡിതന്മാർ നമ്മെ വിട്ടു പോയിരിക്കുന്നു പ്രിയമുള്ളവരെ. അങ്ങനെ ഒരുപാട് ആധുനികരായ മഹാന്മാരായ ഉലമാക്കൾ നമ്മെ വിട്ടു പോയിരിക്കുന്നു. ഓരോ മരണവാർത്തയും കേൾക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പറയുകയും ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് നേരത്തെ നാം കേട്ട ഹദീസുകളാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ ഇൽമു ഉയർത്തപ്പെടുന്നതിന്റെ ലക്ഷണമാണ്. നാം എവിടെ എത്തി? നാം പഠിച്ചോ? നാം മുതലെടുത്തോ? നാം എന്താണ് ഇൽമിൽ നിന്നും മുതലെടുത്തത്? നമ്മുടെ കയ്യിൽ എന്താണ് ഇൽമായിട്ടുള്ളത്? പ്രിയമുള്ളവരെ, സഹാബിയുടെ വാക്ക് കേട്ടില്ലേ? തഅല്ലമുൽ ഇൽമ, നിങ്ങൾ ഇൽമു പഠിക്കുക, ഖബ്ല അൻ യുഖ്ബദ്, അത് പിടിക്കപ്പെടുന്നതിന് മുന്നേ. സഹോദരങ്ങളെ, അതാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു വാക്ക് നമുക്ക് കാണാം. മൗതുൽ ആലിമി സുൽമത്തുൻ ഫിൽ ഇസ്ലാം ലാ യസുദ്ദുഹാ ശൈഉൻ മഖ്തലഫൽ ലൈലു വന്നഹാർ. ഒരു ആലിമിന്റെ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്റെ മരണമെന്നത് ഇസ്ലാമിലുണ്ടാകുന്ന വലിയ വിടവാണ്. രാപ്പകലുകൾ എത്ര മാറി മാറി വന്നാലും അത് നികത്താൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നല്ല ഇൽമു പഠിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ കുറിച്ച് നന്നായി പഠിച്ചു മനസ്സിലാക്കിയ ഒരു ആലിം മരണപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിടവാണ്. നിങ്ങൾ നോക്കൂ, ഇന്നും ചുരുക്കം ചില ആളുകൾ, വിരലിലെണ്ണാൻ മാത്രമുള്ള മഹാപണ്ഡിതന്മാർ മാത്രമേ ലോകത്ത് ബാക്കിയുള്ളൂ. മുഹദ്ദിസുകളായി അറിയപ്പെടുന്നവർ അവരിൽ തുലോം തുച്ഛമാണ്. അഥവാ ഹദീസ് പണ്ഡിതന്മാർ, ഹദീസിന്റെ വിഷയത്തിൽ നല്ല പാണ്ഡിത്യമുള്ള ഉലമാക്കൾ തുലോം തുച്ഛമാണ്. വിരലിലെണ്ണാൻ മാത്രമേ ഉള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ആലിമീങ്ങൾ, ഉലമാക്കൾ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ മരണപ്പെട്ട് തീരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ദീനിലെ വലിയ ഓഹരിയുമായിട്ടാണ് അവർ പോയിട്ടുള്ളത്. നമ്മുടെ കൈകളിൽ എന്തുണ്ട്? നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഇസ്ലാമിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലെ ശരിയായ വിജ്ഞാനം അറിയുന്ന ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരും ഇരുട്ടിൽ തപ്പാതിരിക്കാനുള്ള കാരണമാണ്. നമുക്കിതിന്ന് വന്ന് കിട്ടുന്നത് കൊണ്ടും ഓൺലൈനിൽ കിട്ടുന്നത് കൊണ്ടുമാണ് പ്രയാസമില്ലാത്തത്. നമുക്കത് അതിൻ്റെ ഗൗരവം തിരിച്ചറിയാൻ സാധിക്കാത്തത്. വാസ്തവത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലുള്ള ഒരു കാര്യം, ഒരു സംശയം പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ പഠിക്കാൻ ഇതുപോലെയുള്ള ആലിമീങ്ങൾ ഇല്ലാതെയായാൽ എന്തായിരിക്കും മനുഷ്യരുടെ അവസ്ഥ? അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ആലിമീങ്ങൾ മരിച്ചു തീർന്നാൽ ജനങ്ങൾ കന്നുകാലികളെ പോലെ ആയിത്തീരും. ഉലമാക്കളില്ലാത്ത ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നാൽക്കാലികളെ പോലെ ആയിരിക്കുമെന്നാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നാം ഗൗരവത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതാ നിങ്ങൾ നോക്കൂ, ചില മുൻഗാമികൾ പറഞ്ഞു, ഇന്നമാ മസലുൽ ഫുഖഹാഇ കമസലിൽ അകുഫി ഇദാ ഖുതിഅത് കഫുൻ ലം തഉദ്. ഫുഖഹാക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിൻ്റെ ദീൻ പഠിച്ച, ദീനിൽ അവഗാഹമുള്ള ഫുഖഹാക്കൾ, ഉലമാക്കൾ, അവരുടെ ഉപമ എന്നത് നമ്മുടെ കൈപ്പത്തി പോലെയാണ്. ഒരാളുടെ കൈപ്പത്തി അത് അറ്റുപോയാൽ, മുറിഞ്ഞു പോയാൽ അത് പിന്നെ തിരിച്ചു വരാറില്ല. സഹോദരങ്ങളെ, ഇൽമുമായി പരലോകത്തേക്ക് യാത്ര പോയ ഉലമാക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിടവ് അതൊരു വിടവ് തന്നെയാണ്. അവരുടെ കുറവ് അതൊരു കുറവ് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവർ ഈ ഉമ്മത്തിലെ നേതാക്കന്മാർ, അവർ ഈ ഉമ്മത്തിലെ നേതാക്കന്മാരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഫിത്നകളുടെ ആളുകൾ തലപൊക്കിയിരുന്നില്ല. അവരുടെ മരണശേഷം
പ്രത്യേകിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഫിത്നക്കാർ തലപൊക്കിയിരുന്നത്. പണ്ഡിതന്മാർ മരണപ്പെട്ട് തീരുമ്പോൾ പ്രിയമുള്ളവരെ, നാട്ടിൽ കുഴപ്പവും ഫിത്നയും വർദ്ധിക്കാൻ കാരണമായി തീരും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഫിത്നകളെ, ബിദ്അത്തുകളെ, ഷിർക്കിന്റെ ആളുകളെ, അതുപോലെ അഹ്ലുസുന്നത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെ പ്രമാണം കൊണ്ട് അവരുടെ മുനയൊടിക്കാൻ, അവരെ തകർക്കാൻ ഉലമാക്കളില്ലാതിരുന്നാൽ എന്താണ് സംഭവിക്കുക പ്രിയമുള്ളവരെ? അതുകൊണ്ട് ഒരു ആലിമിന്റെ വിയോഗം എന്നത് ഇസ്ലാമിന്, മുസ്ലിമീങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയാണ്.